കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞ് വി.കെ. മിനിമോളെ മേയറാക്കാൻ കൊച്ചി മേയറാക്കാൻ തീരുമാനം. മേയർ സ്ഥാനത്ത് നിന്നും വെട്ടിയതിൽ കെ.പി.സി.സിക്ക് ദീപ്തി മേരി വർഗീസ് പരാതി നൽകിയിട്ടുണ്ട്. ലത്തീൻ സമുദായത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. രണ്ടാം ടേമിൽ ഷൈനി മാത്യു മേയറാകും. ഇപ്പോൾ വിവരങ്ങളുമായി അർച്ചന ചേരുന്നു. അർച്ചന, ലത്തീൻ സഭ പരസ്യമായി ഇത്തരത്തിൽ കോൺഗ്രസിനെ സമ്മർദ്ദം ചെലുത്തിയതാണ്. അതിതാ വിജയിച്ചിരിക്കുന്നു, ദീപ്തി തഴയപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെ വിവരങ്ങൾ ഏറ്റവും പുതിയത്? അജിംഷാദ്, ഗ്രൂപ്പ് തർക്കങ്ങൾക്കും നാടകീയ സംഭവങ്ങൾക്കും ഒടുവിലാണ് ഇപ്പോൾ മേയർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യ ടേമിൽ മേയർ സ്ഥാനത്തേക്ക് വി.കെ. മിനിമോളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദീപ്തി മേരി വർഗീസിനെ വ്യക്തിയാണ് ഇത്തരത്തിൽ മിനിമോളെ ഈ മേയർ സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രണ്ടാം ടേമിൽ ഷൈനി മാത്യു ആണ് മേയറാകുക. ഇത്തരം പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കോർ കമ്മിറ്റി ഡിവിഷൻ ഓഫീസിൽ ചേർന്നിരുന്നു. ആ സമയത്ത് ദീപ്തി മേരി വർഗീസ് ഇവിടെ വരികയും പിന്നീട് ഇറങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കെ.പി.സി.സി പ്രസിഡന്റിന് ദീപ്തി മേരി വർഗീസ് പരാതി നൽകിയിട്ടുണ്ട്. മേയർ സ്ഥാനത്ത് നിന്ന് വെട്ടിയതിനാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് രഹസ്യ വോട്ട് നടപ്പിലാക്കിയില്ല. ഇത്തരത്തിൽ ഡി.സി.സി പ്രസിഡന്റ് അടക്കം എ ഗ്രൂപ്പുകൾ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വെട്ടിമാറ്റിയതിൽ ഭാഗമായിട്ടുണ്ട് നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് ഇപ്പോൾ കെ.പി.സി.സി പ്രസിഡന്റ് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ദീപ്തി മേരി വർഗീസിനെ വെട്ടിയാണ് ഇപ്പോൾ മേയർ സ്ഥാനത്തേക്ക് മിനിമോളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ തന്നെ ദീപ്തി മേരി വർഗീസിന്റെ പേരുകളടക്കം ഉയർന്നിരുന്നു. എന്തായാലും വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ദീപ്തിയെ മേയർ ആക്കിയില്ലെങ്കിൽ ദീപ്തി അനുകൂലികൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകും. മാത്രമല്ല, അംഗത്വത്തിൽ രാജിവെക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. അത്തരം കാര്യങ്ങളിലേക്കാണ് ഇത് പോകുന്നത്. എന്തായാലും ദീപ്തി ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. ദീപ്തിയുടെ പ്രതികരണമാണ് നമ്മൾ എന്തായാലും ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതിൽ ഏറ്റവും നിർണായകമാകുക. എന്തായാലും വലിയ പൊട്ടിത്തെറിയിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുകയാണ്. എ ഗ്രൂപ്പിന്റെ ധാരണയാണ് പരാതി നൽകിയിട്ടുണ്ട്. കാരണം ദീപ്തിയെ മുന്നിൽ കാട്ടിയാണ് ഇത്തരത്തിലൊരു മത്സരത്തിലേക്ക് പോയത് എന്നടക്കമുള്ളവയായിരിക്കും പരാതിയിൽ ഉള്ളടക്കമായി ദീപ്തി മേരി വർഗീസ് മുമ്പോട്ട് വെക്കുക. മാത്രമല്ല, ലത്തീൻ സഭയുടെ പരസ്യമായ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു എന്നതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുണ്ട്. ഈ രണ്ട് ടേമിലും ദീപ്തി തടയപ്പെടുകയാണ് അല്ലേ? രണ്ട് ടേമുകളിലും ദീപ്തി തടയപ്പെടുകയാണ് അല്ലേ? തീർച്ചയായും നിഷാദ്, ആദ്യ ടേമിൽ ദീപ്തിയുടെ പേരുകളാണ് വന്നത്. എന്നാൽ ഇത്തരത്തിൽ ലത്തീൻ കത്തോലിക്ക സഭയുടെ അടക്കം സമ്മർദ്ദങ്ങൾ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. ഈ സമ്മർദ്ദത്തിന് വഴങ്ങി, അതായത് ലത്തീൻകാരാകണം ഇത്തരത്തിൽ മേയർ സ്ഥാനത്തേക്ക് വരേണ്ടത് എന്നൊരു അഭിപ്രായം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, എ ഗ്രൂപ്പുകളുടെ ഒരു ധാരണ കൂടി ഇതിലുണ്ട്. അവർ നേരത്തെ തന്നെ ഇത്തരത്തിൽ ആദ്യ ടേമിൽ മിനിമോളെയും ഒപ്പം രണ്ടാമത്തെ ടേമിൽ ഷൈനി മാത്യുവിനെയും പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വിസി പ്രസിഡന്റ് ഷിയാസിനെതിരെ അടക്കമാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമാണ്, അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിനെല്ലാം തന്നെ ചുക്കാൻ പിടിക്കുകയും നേതൃത്വം നൽകുകയും എല്ലാം ചെയ്തത്. എന്നാൽ ദീപ്തിയെ തഴഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം അതിലൊരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദീപ്തിയുടെ ഈ സീനിയോറിറ്റിയോ മറ്റൊന്നും കണക്കിലെടുക്കാതെ, അത്തരമൊരു കാര്യങ്ങളൊന്നും കണക്കിലെടുക്കാതെയാണ് ആ കൗൺസിലർമാര് സീനിയോറിറ്റി പരിഗണിച്ച ഇവരെ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇതൊരു സമ്മർദ്ദത്തിൽ വഴങ്ങിയാണ് ഇത്തരത്തിൽ തീരുമാനം എന്നും വ്യക്തമാണ്. എന്തായാലും എ ഗ്രൂപ്പുകളുടെ ധാരണ, അവരാണ് ഇത്തരത്തിൽ യോഗം ചേരുകയും ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ ഒക്കെ അറിവോടുകൂടി തന്നെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത്. നമുക്കറിയാം, ഈ വേണുഗോപാലിന്റെ അടക്കം പിന്തുണ ദീപ്തി മേരി വർഗീസിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ദീപ്തി അനുകൂലികൾ വലിയ രീതിയിൽ വിഷയത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് കടക്കാൻ ഒരുങ്ങുകയാണ്. കാരണം വലിയ ഭീഷണി അവർ മുഴക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ദീപ്തി മേരി വർഗീസിനെ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അവർ നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. എന്തായാലും അത്തരം കാര്യങ്ങളിലേക്ക് വലിയ പൊട്ടിത്തെറിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീങ്ങുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കൊച്ചിയിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് പതിവ് ഗ്രൂപ്പ് തർക്കമാണ്. അത് കൊച്ചിയിലെ മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വീണ്ടും ഉടലെടുത്തിരിക്കുന്നു. അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചരടുവലികൾ നേരത്തെ തന്നെ നടന്നിരുന്നു. അതായത് ഇത്തരത്തിൽ മിനിമോളും ഒപ്പം ഈ ഷൈനി മാത്യുവും ഈ ലത്തീൻ കത്തോലിക്ക സഭയുടെ സമ്മർദ്ദങ്ങൾ, അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചരടുവലികളിൽ നടന്നതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ദീപ്തിയെ വെട്ടിമാറ്റിക്കൊണ്ട്, ദീപ്തിയെ തഴഞ്ഞുകൊണ്ട് മേയർ സ്ഥാനത്തേക്ക് ഇവരെ പ്രഖ്യാപിക്കുന്നത്. എന്തായാലും ദീപ്തി ഇതിൽ പൂർണ്ണമായും പരിഭവത്തിലും യോജിപ്പിലുമാണ്. കാരണം ദീപ്തി ഈ യോഗത്തിൽ നടക്കം ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ നാടകീയ സംഭവങ്ങൾക്കെല്ലാം ഒടുവിലാണ് ഈ മേയർ സ്ഥാനത്തേക്ക് ഇവരെ പ്രഖ്യാപിച്ചത്. എന്തായാലും ദീപ്തിയുടെ പ്രതികരണമാണ് ഇനി ഏറ്റവും നിർണായകമാകുക. കാരണം ദീപ്തി അനുകൂലികൾ നേരത്തെ തന്നെ അവർ നിലപാടെടുത്തതാണ്. ദീപ്തിയെ മേയറാക്കിയില്ലെങ്കിൽ വലിയ തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും അത്തരമൊരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് കടക്കും. കാരണം കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി ഉടലെടുക്കുകയാണ്. കാരണം ഇത് രണ്ട് വിഭാഗങ്ങളായി കൃത്യമായി തിരിയുന്നു. എ ഗ്രൂപ്പുകൾ ദീപ്തിയെ വെട്ടാൻ മുമ്പോട്ട് ഇറങ്ങുന്നു. മാത്രമല്ല, സാമുദായിക ശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സ്വന്തം ക്രീം സ്ഥാനാർത്ഥിയെ, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും
ഐക്കണായ സ്ഥാനാർത്ഥിയെ വെട്ടുന്നു ഇത്യാദി വിവരങ്ങളാണ് പുറത്തെത്തുന്നത്. ഇതിനെതിരെ കോൺഗ്രസിനുള്ളിൽ വലിയ പ്രതിഷേധം അലയടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദീപ്തി പരാതി കൂടി കൊടുക്കുന്നതോടുകൂടി മറ്റൊരു പൊട്ടിത്തെറിയിലേക്ക് ഒരുപക്ഷെ മുമ്പ് നാം കണ്ടിട്ടുള്ളതുപോലെ മുടി മുറിച്ച് ഇന്ദിരാഭവന് മുന്നിൽ നടന്ന പ്രതിഷേധം അടക്കം മുമ്പ് നാം കണ്ടിട്ടുണ്ട് പല വിഷയങ്ങളിലും. അതിന് സമാനമായ തരത്തിലേക്കുള്ളൊരു വലിയ പൊട്ടിത്തെറിക്കുള്ള സാധ്യതയാണ് ദീപ്തി മേരി വർഗീസിൻ്റെ തിരിച്ചടി, ദീപ്തി മേരി വർഗീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തിരിച്ചടി കൊണ്ടെത്തിക്കുക. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ സിനാരിയോ തന്നെയല്ലേ കോൺഗ്രസിൽ കൊച്ചിയിൽ ഉടലെടുക്കുന്നത്? അർച്ചന, ഇതിലേക്ക് മാറുകയാണ്. കാരണം ദീപ്തി നേരത്തെ തന്നെ പറഞ്ഞതാണ് ഈ രഹസ്യ വോട്ട് വേണം, ഇത്തരത്തിൽ ഓപ്പൺ വോട്ട് ആകുമ്പോൾ അതിന് പ്രതിസന്ധികളുണ്ട്. രഹസ്യ വോട്ടുകളാണെങ്കിൽ തന്നെ കുറച്ചുകൂടെ പിന്തുണ ലഭിച്ചേനെ ഈ കൗൺസിലർമാരുടെ അടക്കം എന്ന് ദീപ്തി നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതൊന്നും വകവയ്ക്കാതെയാണ് ഇത്തരത്തിൽ ഈ ഓപ്പൺ വോട്ട് അടക്കം ബാലറ്റ് അടക്കം ദീപ്തി പ്രസിഡന്റിന്റെയും ഒപ്പം പ്രതിപക്ഷ നേതാവിന്റെയും എല്ലാം തീരുമാനത്തിന്റെ തീർച്ചയായും